നമസ്കാരം. ഫസ്റ്റ് റൗണ്ട് അപ്പിലേക്ക് പ്രധാന വാർത്തകൾ. +1 സീറ്റ് ക്ഷാമത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് വീണ്ടും കണക്ക് തെറ്റി. മലപ്പുറത്ത് സീറ്റ് കിട്ടാത്തത് 1.25 ലക്ഷത്തോളം കുട്ടികൾക്ക്. മന്ത്രി വിളിച്ച യോഗത്തിൽ തീരുമാനമുണ്ടാകില്ല. യുവജന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ ഇന്നും സംഘർഷം. തിരുവനന്തപുരം കളിയിക്കാവിളയിൽ കാറിൽ കഴുത്തറുത്ത നിലയിൽ മൃതദേഹം. കൊല്ലപ്പെട്ടത് കരമന സ്വദേശി ദീപു. കാറിനുണ്ടായിരുന്ന 10 ലക്ഷം രൂപ കവർന്നു. ഗുണ്ടാ സംഘങ്ങളുടെ ഭീഷണിയുണ്ടായിരുന്നുവെന്ന് കുടുംബം. EP ജയരാജനെതിരെ CPM-ൽ പടയൊരുക്കം. കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നൊരു വിഭാഗം. നേതാക്കൾക്ക് ഇപ്പോഴും കൊട്ടേഷൻ ബന്ധമെന്ന് കണ്ണൂരിൽ പുറത്താക്കിയ CPM നേതാവ് മനു തോമസ്. മുഖ്യമന്ത്രിക്ക് പരോക്ഷ വിമർശനവുമായി പാർട്ടി പ്രവർത്തകർക്ക് ബിനോയ് വിശ്വത്തിന്റെ കത്ത്. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം. NDA സ്ഥാനാർത്ഥിയായ ഓം ബിർളയും പ്രതിപക്ഷത്തു നിന്ന് കൊടിക്കുന്നിൽ സുരേഷും പത്രിക സമർപ്പിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വേണമെന്ന ആവശ്യം സർക്കാർ അംഗീകരിക്കാത്തതോടെയാണ് പ്രതിപക്ഷം പത്രിക നൽകിയത്. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. രാവിലെ 10 മണിയായിട്ടും രാജ്നാഥ് സിംഗിന്റെ ഭാഗത്തുനിന്ന് മറുപടിയൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നോമിനേഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 11:30 11 11:30 ഇപ്പോൾ അമിത്ഷായുടെ റൂമിൽ NDA നേതാക്കളുടെ മീറ്റിംഗ് നടക്കായിരുന്നു. അവിടേക്ക് TR ബാലുവിനെയും KC വേണുഗോപാലിനെയും കൺസീലിയേഷന് വേണ്ടി വിളിച്ചു. അവരവിടെ ചെന്നു സംസാരിച്ചപ്പോൾ സ്പീക്കർ സ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യത്തിൻ്റെ പിന്തുണ ആവശ്യപ്പെട്ടു. അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ചോദിച്ചപ്പോൾ അത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആലോചിക്കാം, സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആലോചിക്കാമെന്നുള്ള ഒരു മറുപടിയാണ്. പ്രത്യേകമായ ഒരു ഉറപ്പൊന്നും തരാതെ അപ്പോൾ ചർച്ച ചെയ്യാം, സ്പീക്കർ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞത്. അത് സ്വീകാര്യമായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 11:50 12 മണിയാണ് ലാസ്റ്റ് ടൈം. 11:50 ഞാൻ സ്പീക്കർ സ്ഥാനത്തേക്ക് നോമിനേഷൻ നൽകി. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയാകുന്നു ഓം. മലബാറിൽ +1 സീറ്റ് പ്രതിസന്ധി രൂക്ഷമായിരിക്കെ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം അല്പസമയത്തിനകം. മന്ത്രി പുറത്തുവിട്ട കണക്കുകളുടെ നിജസ്ഥിതി സംഘടനകളെ ബോധ്യപ്പെടുത്തുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. ബാച്ചുകൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം KSUവും MSFും ഉന്നയിക്കും. എന്നാൽ പ്രതിസന്ധി ഇല്ല എന്ന് ആവർത്തിക്കുന്ന മന്ത്രി സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ കൂടി കഴിഞ്ഞ ശേഷം തീരുമാനം എന്ന നിലപാടിലാണ്. വിവരങ്ങളുമായി ഗോപാൽ ഷീല സനൽ ചേരുന്നു. ഗോപാൽ, ഇന്നത്തെ ചർച്ചയിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? വിവരങ്ങൾ. തന്നെ ഇന്നത്തെ ചർച്ചയിൽ ഒരു ബാച്ച് വർധനവോ സീറ്റ് വർധനവോ ഉണ്ടാവില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം നേരത്തെ ഈ പ്രതിഷേധങ്ങൾ ശക്തമായ ഘട്ടത്തിൽ, പ്രത്യേകിച്ച് SFI അടക്കമുള്ള ഇടത് സംഘടനകൾ കൂടി സമരരംഗത്തേക്ക് വന്ന ഘട്ടത്തിലാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകളുമായുള്ള ഒരു ചർച്ചയ്ക്കുള്ള കളമൊരുങ്ങുന്നു എന്ന തരത്തിലേക്ക് സൂചനകൾ വരുന്നത്. ശേഷം മന്ത്രി തന്നെ അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് സെക്രട്ടേറിയറ്റ് അനക്സിൽ വെച്ചാണ് ഈ യോഗം നടക്കുക. എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെയും സംസ്ഥാന ഭാരവാഹികൾ തന്നെ യോഗത്തിൽ പങ്കെടുക്കും. ഇത് പ്രകാരം പുതിയതായി സീറ്റ് വർധനയും ബാച്ച് വർധനവും ഉണ്ടാകില്ല എന്നും നിലവിലെ കണക്കുകൾ, അതായത് കണക്കുകളുടെ കാര്യത്തിൽ വലിയ അഭിപ്രായ ഭിന്നതകളും വൈരുദ്ധ്യങ്ങളും എല്ലാം തന്നെ പല ഘട്ടങ്ങളിലായി സർക്കാരിനെതിരെ ഉയർന്നു വന്നിരുന്നു. അതായത് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് പുറത്തുവിട്ട കണക്കും അതുപോലെ തന്നെ മന്ത്രി പുറത്തുവിട്ട കണക്കും രണ്ടാണെന്നുള്ളതായിരുന്നു പ്രധാന ആരോപണം. ആ കണക്കുകളുടെ നിജസ്ഥിതി എന്താണ് എന്ന് വിദ്യാർത്ഥി സംഘടനകളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ ചർച്ചയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒപ്പം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥി നേതാക്കൾക്ക് എന്തൊക്കെയാണോ ആവശ്യങ്ങളായും അഭിപ്രായങ്ങളായും ഉന്നയിക്കാറുള്ളത് അവർക്കതൊക്കെ ഉന്നയിക്കാമെന്നും അത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്യാമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇനി 2 സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ കൂടി ബാക്കി നിൽക്കുന്ന ഘട്ടത്തിൽ ആ അലോട്ട്മെന്റുകൾക്ക് ശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പരിഗണിക്കാം എന്ന നിലപാടിലാണ് നിലവിൽ സർക്കാർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അന്തിമഘട്ട തീരുമാനത്തിലേക്കോ ബാച്ച് വർധനവിലേക്കോ ഇന്ന് പോകാൻ സാധ്യതയില്ല. ശരി ഗോപാൽ. +1 സീറ്റ് പ്രതിസന്ധിയിൽ സംസ്ഥാനത്ത് ഇന്നും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. KSU വിദ്യാഭ്യാസ ബന്ദ് നടത്തി. ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് വിവിധയിടങ്ങളിൽ മാർച്ച് നടത്തി. കോഴിക്കോട് SDPAയും BJPയും സീറ്റ് പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ചു. Hello, Mr. Pinarayi!
+1 സീറ്റിലെ അപര്യാപ്തത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. സമരക്കാർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ചു. വെൽഫെയർ പാർട്ടി നേതാവ് കെ എ ഷഫീഖ് സമരം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിന് മുന്നിലായിരുന്നു ഫ്രറ്റേണിറ്റിയുടെ പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കോഴിക്കോട് RDD ഓഫീസിലേക്ക് SDPI പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കോഴിക്കോട് DDE ഓഫീസിന് മുന്നിൽ BJPയും പ്രതിഷേധിച്ചു. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാത ഉപരോധിച്ചു. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സംസ്ഥാനത്ത് KSU പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ ബന്ദിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടപ്പിച്ചു. തൃശൂരിൽ KSU DE ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിൽ സംഘർഷമുണ്ടായി. യൂത്ത് ലീഗ് നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പ്രവർത്തകർ പോലീസ് ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുടെ കണക്ക് വൈരുദ്ധ്യമാണെന്നും മന്ത്രി കണക്ക് പഠിക്കട്ടെയെന്നും KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പറഞ്ഞു. കണക്കുകൾ കൊണ്ട് ഇന്നത്തെ വിദ്യാർത്ഥി സമരങ്ങളെ ശമിപ്പിക്കാമെന്നാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി കരുതുന്നതെങ്കിൽ ഞങ്ങൾ സമരത്തിൽ നിന്ന് ഒരു അല്പം പോലും ഒരു കണിക പോലും ഞങ്ങൾക്ക് പുറകോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറില്ല. സീറ്റ് പ്രതിസന്ധിയിൽ പരിഹാരമില്ലെങ്കിൽ പ്രതിഷേധം തുടരാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്. മലബാറിൽ +1 സീറ്റ് പ്രതിസന്ധി ഇല്ല എന്ന നിലപാടിൽ നിന്നാണ് സീറ്റ് കുറവുണ്ടെന്നും അത് ചർച്ച ചെയ്യാമെന്നുമുള്ള നിലപാടിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എത്തിയത്. മന്ത്രിയുടെ നിലപാട് മാറ്റത്തിന്റെ വഴി നോക്കാം. മലബാറിൽ +1 സീറ്റ് പ്രതിസന്ധി ഇല്ലെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ആദ്യ നിലപാട്. +1 സീറ്റ് ഒരു പ്രതിസന്ധിയില്ല. SSLC പാസ്സായ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അത് ഉറപ്പ് നൽകും. ബാക്കിയുള്ള പ്രതിഷേധവും ആരോപണവും ഒക്കെ തന്നെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. സീറ്റ് പ്രതിസന്ധി കൂടുതലുള്ള മലപ്പുറത്ത് പ്രതിഷേധം ശക്തമായപ്പോൾ പ്രതികരണം ഇങ്ങനെ: ഒരു കുട്ടിക്കും ആ അവസരം നിഷേധിക്കുന്ന നയമല്ല ഗവൺമെന്റിനുള്ളത്. അതല്ലാതെ മലപ്പുറം ജില്ല വെച്ചിട്ട് അത് പറഞ്ഞുള്ളൊരു വികാരം ഉണ്ടാക്കലും അത് നമുക്ക് ഒട്ടും ഗുണമില്ല. 3ാം അലോട്ട്മെന്റിന് ശേഷവും മലപ്പുറം ജില്ലയിൽ ഫുൾ A+കാർക്ക് പോലും സീറ്റ് കിട്ടിയില്ല എന്ന അവസ്ഥ വന്നതോടെ സീറ്റ് കുറവുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. അപ്പോഴത്തെ കണക്ക് 2000 ആയിരുന്നു. 14,037 പേർ മാത്രമാണുള്ളത്. ഇതിൽ സർക്കാർ എയ്ഡഡ് മേഖലയിലുള്ള 11,083 കഴിച്ചാൽ ബാക്കി ഇനി ഷോർട്ടേജ് വരുന്ന സീറ്റ് 2,954 സീറ്റ്. ഒറ്റ ദിവസം കഴിഞ്ഞതോടെ മന്ത്രിയുടെ കണക്ക് പ്രകാരം മലപ്പുറം ജില്ലയിലെ സീറ്റ് കുറവ് 7000 കവിഞ്ഞു. സീറ്റിന്റെ കുറവ് വരുന്നത് 7,478 സീറ്റിന് കുറവ്. ഇതൊന്നുമല്ല യഥാർത്ഥ കണക്കെന്ന് മന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പിനും അറിയാം. അത് പരിഹരിക്കാൻ എന്ത് ചെയ്യുമെന്നതാണ് ഇനി അറിയേണ്ടത്. മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ഇടതുമുന്നണി കൺവീനർ EP ജയരാജനെതിരെ CPM-ൽ പടയൊരുക്കം. സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ നേതൃയോഗങ്ങളിലും ഉയർന്ന വിമർശനമാണ് EPക്കെതിരെ ഒരു വിഭാഗം ആയുധമാക്കുന്നത്. തിരുത്തൽ നടപടിയുടെ ഭാഗമായി EPയും പ്രകാശ് ജാവ്ദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ചയും CPM-ൽ സജീവ ചർച്ചയായി വരും. കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുമുന്നണി കൺവീനറുമായ EP ജയരാജനുമായി ബന്ധപ്പെട്ടതാണ് നേതൃയോഗങ്ങളിലുണ്ടായ പ്രധാനപ്പെട്ട ചർച്ചകൾ. കണ്ണൂരിലെ റിസോർട്ട് വിവാദത്തിലായിരുന്നു തുടക്കം. തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയർന്നുവന്ന EP ജയരാജനും BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വാർത്തകളും തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആക്കം കൂട്ടിയെന്നാണ് പാർട്ടിക്കുള്ളിലെ പൊതു അഭിപ്രായം. മുന്നണി കൺവീനർക്ക് ചേർന്ന നിലപാടല്ല EP സ്വീകരിച്ചതെന്ന് പല ജില്ലാ നേതൃയോഗങ്ങളിലും അഭിപ്രായങ്ങൾ ഉയർന്നുവന്നു. ഒരു ദിനപത്രത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി നൽകിയ അഭിമുഖത്തിൽ ചോദ്യത്തിന്റെ ഭാഗമാകാതെ തന്നെ EPയുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിച്ചത് പാർട്ടി നടപടിയുടെ സൂചനയായി കാണുന്നവരുമുണ്ട്. അതേസമയം മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങളെ പാർട്ടി സെക്രട്ടറി തള്ളിക്കളയുകയും ചെയ്തു. BJP ബാന്ധവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായതും അത് ഇടതുമുന്നണി കൺവീനർ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ സമ്മതിച്ചതും CPM-നുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.
CPM കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രി ആഭ്യന്തരം ഒഴിയണമെന്നും മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കണമെന്നും ആവശ്യമുയർന്നു. പരിചയസമ്പത്തില്ലാത്ത മന്ത്രിമാർ സർക്കാരിനും പാർട്ടിക്കും ഭാരമായി മാറിയെന്നും നേതാക്കൾ വിമർശിച്ചു. സംസ്ഥാന നേതൃത്വം കണ്ണൂരിലെ നേതാക്കൾക്ക് അടിമപ്പെട്ടുവെന്നും കമ്മിറ്റി അംഗങ്ങൾ വിമർശിച്ചു. ജനങ്ങൾ ഉയർത്തുന്ന വിമർശനങ്ങളിൽ അസഹിഷ്ണുതരാകരുതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ജനങ്ങളിലേക്ക് പോകാനും അവരിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും തയ്യാറാകണം. എല്ലാത്തിലും വലുത് ജനങ്ങളാണെന്ന് മനസ്സിലാക്കി തിരുത്തൽ വേണമെന്നും ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് അയച്ച കത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നു. CPM നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് പുറത്താക്കപ്പെട്ട കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ്. യുവജന കമ്മീഷൻ അധ്യക്ഷൻ M ഷാജറിന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് തെളിവുകൾ സഹിതം പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. ആകാശ് തില്ലങ്കേരി അടക്കമുള്ള ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങളുമായി നേതാക്കൾക്ക് ബന്ധമുണ്ട്. മനസ്സുമടുത്താണ് പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചതെന്നും മനു തോമസ് പറഞ്ഞു. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും DYFI മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന M ഷാജറിന് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നായിരുന്നു മനു തോമസിന്റെ പരാതി. തെളിവുകളടക്കം മനു സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകി. അന്വേഷിക്കാൻ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M സുരേന്ദ്രനെ നിയോഗിച്ചു. നടപടിയൊന്നും ഉണ്ടായില്ല. പിന്നാലെയാണ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി മനു തോമസ് രംഗത്തെത്തിയത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും നടന്നിട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ആ കാര്യങ്ങൾ തിരുത്തപ്പെടേണ്ടതാണ്. ആകാശ് തില്ലങ്കേരി അടക്കമുള്ള ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങളുമായി ചില നേതാക്കൾക്ക് ഇപ്പോഴും ബന്ധമുണ്ട്. പല കാര്യങ്ങൾക്കും നേതാക്കൾ ഇവരെ ഉപയോഗപ്പെടുത്തുന്നു. ചില ലീഡർഷിപ്പുമായി, എല്ലാ ലീഡർഷിപ്പും അല്ല, പാർട്ടിയിലെ ചില ലീഡർഷിപ്പുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അവരതിനെ ദുരുപയോഗം ചെയ്തതാണ്. ആ ലീഡർഷിപ്പ് അതിനെ എങ്ങനെയാണ് കണ്ടതെന്ന് എനിക്കറിയില്ലേ. പക്ഷേ ഈ ടീം അതിനെ ദുരുപയോഗം ചെയ്തിട്ട് അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇന്നും ഉപയോഗിക്കപ്പെടുന്നുണ്ട് പല സ്ഥലങ്ങളിലും. തുറന്നു പറയാൻ ഭയമില്ല. ഇടതനുഭാവിയായി തുടരും. തെറ്റുതിരുത്താൻ ഇനിയെങ്കിലും CPM നേതൃത്വം തയ്യാറാകണമെന്നും മനു തോമസ് പറഞ്ഞു. മീഡിയ 1 കണ്ണൂർ. കേരള തമിഴ്നാട് അതിർത്തിയായ തിരുവനന്തപുരം കളിയിക്കാവിളയിൽ കാറിൽ കഴുത്തറുത്ത നിലയിൽ മൃതദേഹം കണ്ടെത്തി. കരമന സ്വദേശി 45 വയസ്സുകാരൻ ദീപുവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. ദീപുവിന്റെ കാറിന് സമീപത്തുനിന്ന് ഒരാൾ ബാഗുമായി നടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇന്നലെ രാത്രി 12 മണിയോടെ നാട്ടുകാരും തമിഴ്നാട് പോലീസുമാണ് കളിയിക്കാവിളയിൽ കാറിനുള്ളിൽ മൃതദേഹം കണ്ടത്. കഴുത്തറത്ത് കൊലപ്പെടുത്തിയ നിലയിലായിരുന്നു മൃതദേഹം. ഇതിന് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചത്. ദീപുവിന്റെ കാറിൽ നിന്ന് ഒരാൾ ബാഗുമായി ഇറങ്ങിപ്പോകുന്നതാണ് CCTV ദൃശ്യങ്ങളിൽ. മണ്ണുമാന്തി യന്ത്രം വാങ്ങാൻ തമിഴ്നാട്ടിലേക്ക് പണവുമായി പോയ ദീപുവിനെ കൊലപ്പെടുത്തിയെന്ന് പോലീസ് സംശയിക്കുന്നു. 10 ലക്ഷം രൂപ ദീപുവിന്റെ വാഹനത്തിലുണ്ടായിരുന്നു. മുക്കുന്നിമലയിൽ ക്വാറി നടത്തുന്നയാളാണ് കൊല്ലപ്പെട്ട ദീപു. സുഹൃത്തിനൊപ്പം തമിഴ്നാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ദീപു വീട്ടിൽ നിന്നിറങ്ങിയത്. നേരത്തെ ഗുണ്ടാസംഘം പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നതായി ദീപുവിന്റെ ഭാര്യ പറഞ്ഞു. 50 ലക്ഷം കൊടുത്തില്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു. കൊലപാതകത്തിൽ തമിഴ്നാട് പോലീസും കേരള പോലീസും അന്വേഷണം തുടങ്ങി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും ദീപുവിന്റെ ഫോണിലേക്ക് വന്ന വിവരങ്ങളും അടക്കം ശേഖരിച്ചാണ് അന്വേഷണം. ഗുണ്ടാസംഘങ്ങൾ ഭീഷണിപ്പെടുത്തിയെന്ന കുടുംബത്തിന്റെ ആരോപണവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം. അയോധ്യ രാമക്ഷേത്രത്തിലെ പാലക്കാട് ശ്രീനിവാസൻ കൊലക്കേസിലും PFI നിരോധനവുമായി ബന്ധപ്പെട്ട കേസിലും NIAയ്ക്ക് തിരിച്ചടി. ഇരു കേസുകളിലുമായി 17 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് 17 പ്രതികൾക്ക് ജാമ്യം നൽകിയത്. കരമന അഷ്റഫ് മൗലവി, അബ്ദുൾ റൌഫ് ഉൾപ്പെടെയുള്ള പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. വാർത്തകളിലേക്ക്. ഇടുക്കിയിലെ വ്യാജ പട്ടയ കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. 2003 രജിസ്റ്റർ ചെയ്ത കേസുകളിൽ വിജിലൻസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചുവെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിക്കുന്ന നടപടികൾ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ സാവകാശം തേടി. ഡിജിറ്റൽ സർവേ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളി ജവാൻ വിഷ്ണുവിന്റെ മൃതദേഹം അല്പസമയത്തിനകം സംസ്കരിക്കും. വിഷ്ണുവിന്റെ വീട്ടിലും ജന്മനാടായ തിരുവനന്തപുരം നന്ദിയോടും SKV സ്കൂളിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു. ശാന്തിതീരം പൊതുശ്മശാനത്തിലാണ് മൃതദേഹം സംസ്കരിക്കുന്നത്.
യൂറോ കപ്പിൽ പ്രീ ക്വാർട്ടർ ഉറപ്പിച്ച് ഇറ്റലി. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ക്രൊയേഷ്യയോട് സമനില നേടിയാണ് ഇറ്റലിയുടെ സെമി പ്രവേശം. ഇന്നത്തെ മത്സരത്തിൽ ഫ്രാൻസ് പോളണ്ടിനെയും നെതർലാൻഡ് ഓസ്ട്രിയയും നേരിടും. ഇംഗ്ലണ്ടിന് സ്ലോവേനിയയാണ് എതിരാളികൾ. പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാൻ 3 കരുത്തർക്കും ജയം അനിവാര്യമാണ്. മറ്റൊരു മത്സരത്തിൽ ഡെൻമാർക്ക് സെർബിയയെ നേരിടും. T20 ലോകകപ്പിൽ ചരിത്ര നേട്ടവുമായി അഫ്ഗാനിസ്ഥാൻ സെമിയിൽ. നിർണായക മത്സരത്തിൽ ബംഗ്ലാദേശിനെ 8 റൺസിന് തോൽപ്പിച്ചാണ് സെമി പ്രവേശനം. ക്യാപ്റ്റൻ റാഷിദ് ഖാനും നവീനുൽ ഹക്കും 4 വിക്കറ്റ് വീതം വീഴ്ത്തി. ഇതോടെ ഓസ്ട്രേലിയ സെമി കാണാതെ പുറത്തായി. ലോക ക്രിക്കറ്റിന്റെ മുൻനിരയിൽ ഇനി ഞങ്ങളുണ്ടാവുമെന്ന പ്രഖ്യാപനവുമായാണ് അഫ്ഗാന്റെ സെമി പ്രവേശനം. കിരീട ഫേവറേറ്റുകളായ ന്യൂസിലൻഡിനെയും ലോക ചാമ്പ്യന്മാരായ ആസ്ട്രേലിയയുമെല്ലാം തകർത്ത് ആധികാരികമായി തന്നെയാണ് അഫ്ഗാൻ എത്തുന്നത്. ടൂർണമെന്റിൽ മിന്നും പ്രകടനം നടത്തുന്ന ബൌളർമാരുടെ ചിറകിലേറിയാണ് അഫ്ഗാൻ സെമിയിൽ പറന്നിറങ്ങിയത്. ഇന്നത്തെ നിർണായക മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ 5 വിക്കറ്റ് നഷ്ടത്തിൽ 115 റൺസ് എടുത്തു. പതിവ് പോലെ ഓപ്പണർമാർ ഭേദപ്പെട്ട തുടക്കം നൽകിയെങ്കിലും പിന്നീട് വന്നവർക്കത് മുതലാക്കാനായില്ല. റഹ്മത്തുള്ള ഗർബാസ് 43 റൺസ് എടുത്തു. റിഷാദ് ഹുസൈൻ ബംഗ്ലാദേശിനായി 3 വിക്കറ്റ് നേടി. 12.1 ഓവറിൽ മത്സരം ജയിച്ചിരുന്നെങ്കിൽ ബംഗ്ലാദേശിന് സെമി പ്രവേശനം സാധ്യമായിരുന്നു. ഒരറ്റത്ത് വിക്കറ്റ് വീഴുമ്പോഴും 54 റൺസുമായി ഓപ്പണർ ലിത്തൻ ദാസ് നങ്കൂരമിട്ട് നിന്നത് അഫ്ഗാൻ ക്യാമ്പിൽ ആശങ്ക വർദ്ധിപ്പിച്ചു. എന്നാൽ ക്യാപ്റ്റൻ റാഷിദ് ഖാനും നവീനുൽ ഹക്കും ചേർന്ന് അഫ്ഗാന്റെ സ്വപ്നങ്ങൾ കെടാതെ സൂക്ഷിച്ചു. 17.5 ഓവറിൽ 105 റൺസിന് ബംഗ്ലാദേശ് പുറത്ത്. നവീനുൽ ഹക്കാണ് കളിയിലെ താരം. തുടർച്ചയായ 2ാം തവണയും ആസ്ട്രേലിയ സെമി കാണാതെ പുറത്തേക്ക്. സെമിയിൽ അഫ്ഗാൻ ദക്ഷിണാഫ്രിക്കയെയും ഇന്ത്യ ഇംഗ്ലണ്ടിനെയും നേരിടും. വേൾഡ് കപ്പ് ഡെസ്ക് മീഡിയ 1. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 6600 രൂപ, പവന് 52,800 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 5515 രൂപ, പവന് 44,120 രൂപ. വെള്ളി ഗ്രാമിന് 94 രൂപ. ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസിൽ ജിൽസി ജയരാജ് ചേരും. നമസ്കാരം.